ജാലകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ സ്വപ്ന. ഞാൻ ഗോപിക. സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. അതെ, ഇന്ത്യ, നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയത് 100 വർഷമാണ്. സ്വാതന്ത്ര്യമില്ലാതെ ജീവിക്കുന്നതിലും ഭേദം മരിക്കുന്നതാണ്. അത് മനുഷ്യർക്ക് മാത്രമല്ല, സകല ജീവജാലങ്ങൾക്കും അത് അങ്ങനെ തന്നെയായിരിക്കും. മാധ്യമജാലകത്തിൽ സ്വാതന്ത്ര്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ തീർച്ചയായും മാധ്യമ സെൻസർഷിപ്പിനെ കുറിച്ചും സ്വാതന്ത്ര്യത്തെ കുറിച്ചും സെബാസ്റ്റ്യൻ പോൾ സംസാരിക്കുന്നു. ജൂൺ മാസം ആകുമ്പോൾ സാധാരണയായി പഴയകാലത്തെ നല്ല ഓർമ്മകൾ ഉണ്ടാവാറുണ്ട്. മഴയുടെ ഓർമ്മ, മഴ നനഞ്ഞ് സ്കൂളിൽ പോകുന്നതിൻ്റെ ഓർമ്മ, അങ്ങനെ പല ഓർമ്മകളും. പക്ഷേ ഇപ്പോൾ എനിക്ക് വ്യക്തിപരമായി മാത്രമല്ല, രാഷ്ട്രത്തിന് തന്നെ ജൂൺ എന്നത് അത്ര സുഖകരമായ ഓർമ്മ നൽകുന്ന മാസം അല്ല. അടിയന്തരാവസ്ഥയുടെ മാസമാണ് ജൂൺ എന്നത്. 50 വർഷം മുമ്പാണ്, ചെറിയ കാലയളവല്ല, 50 വർഷം മുമ്പ് നടന്ന ആ അനുഭവം, ദുഃഖകരമായ ഭയപ്പെടുത്തുന്ന അനുഭവം, റിപ്പബ്ലിക്കിനെ മറക്കാൻ കഴിയാത്ത അനുഭവം. 50 വർഷമായി ആ സ്മരണ നമ്മൾ ഒരു വാർഷിക സ്മരണയായി പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ആരംഭിച്ചത് 1975 ജൂൺ 25 അർദ്ധരാത്രിയിൽ ആരംഭിച്ച അടിയന്തരാവസ്ഥ 21 മാസം നീണ്ടുനിന്ന ഭീകരാവസ്ഥ. ഭരണഘടനയില്ല, കോടതിയില്ല, പാർലമെന്റില്ല, പത്രങ്ങളില്ല, ഒന്നുമില്ലാതെ ജനങ്ങൾ ആക്കപ്പെട്ട അവസ്ഥ, രാഷ്ട്രം നിരായുധീകരിക്കപ്പെട്ട അവസ്ഥ. അതെങ്ങനെ സംഭവിച്ചു? അതൊക്കെ ചരിത്രമാണ്, രാഷ്ട്രീയം നിറഞ്ഞു നിൽക്കുന്ന ചരിത്രമാണ്. അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ അടിയന്തരാവസ്ഥയിൽ നമുക്ക് അതൊരു അത്രമേൽ ഭീകരമായ അനുഭവമായി മാറിയത് വളരെ വിലപ്പെട്ട ചില അവകാശങ്ങൾ ആ കാലയളവിൽ നിഷേധിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. എന്നെപ്പോഴും എൻ്റെ ഈ പരിപാടിയിൽ പറയാറുണ്ട്, ആ സ്വാതന്ത്ര്യമില്ലെങ്കിൽ, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം, ചിന്താ സ്വാതന്ത്ര്യം, സംസാര സ്വാതന്ത്ര്യം എന്നിങ്ങനെ പല പേരുകൾ ഉപയോഗിച്ച് നമ്മൾ വിശേഷിപ്പിക്കുന്ന അതീവമായ പ്രാധാന്യമുള്ള, ലംഘിക്കാനോ നിഷേധിക്കാനോ പാടില്ലാത്ത സ്വാതന്ത്ര്യം, അതാണ് അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യമാണ് പത്രങ്ങൾ അനുഭവിക്കുന്നത്. 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ അന്ന് പത്രങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. മാധ്യമം എന്ന് ഉള്ള വാക്കുപോലും അന്ന് ഉപയോഗത്തിൽ വന്നിരുന്നില്ല. പക്ഷെ അന്ന് ആ സ്വാതന്ത്ര്യം, എഴുതുന്നതിനുള്ള സ്വാതന്ത്ര്യം, കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നതിന്, വായനക്കാരെ അറിയിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം, അത് ഹനിച്ചുകൊണ്ടാണ് സെൻസർഷിപ്പ് എന്ന വിചിത്രമായ ഒരു അവസ്ഥയ്ക്ക് കീഴിൽ നമ്മുടെ പത്രങ്ങൾ ആക്കപ്പെട്ടത്. സർക്കാർ നിയോഗിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ, അതാണ് സെൻസർ എന്ന് പറയുന്നത്. ആ ഉദ്യോഗസ്ഥൻ്റെ പരിശോധനയ്ക്ക് ശേഷം അനുവാദം കിട്ടിയെങ്കിൽ മാത്രമേ എന്തും പ്രസിദ്ധപ്പെടുത്താൻ കഴിയൂ എന്ന സാഹചര്യം. അതാണ് സെൻസർഷിപ്പ്. അടിയന്തരാവസ്ഥയെ അത്രമേൽ ഭീകരമാക്കിയത് സെൻസർഷിപ്പാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അടിയന്തരാവസ്ഥ എന്നത് ക്രൂരത നിറഞ്ഞ ഒരു കാലമായിരുന്നു. പോലീസ് അഴിഞ്ഞാടിയ കാലം. പോലീസിന് ആരെയും എന്തും ചെയ്യാം എന്നുള്ള അവസ്ഥ. ഭരണകൂടം അറിഞ്ഞുകൊണ്ട് നിരവധി ആളുകളെ, ജയപ്രകാശ് നാരായണൻ, മൊറാർജി ദേശായി, വാജ്പേയി, രാജനാരായൺ, ജോർജ് ഫെർണാണ്ടസ്, അങ്ങനെ അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ എത്രയോ പേർ, ആരെയും തടങ്കലിലാക്കാൻ, വിചാരണയില്ലാതെ, ശിക്ഷാവിധിയില്ലാതെ ജയിലിലാക്കാൻ ഭരണകൂടത്തിന് കഴിയുന്ന അവസ്ഥ. അത് അത്രമാത്രം ഭീകരമായത് സെൻസർഷിപ്പ് വന്നതുകൊണ്ടാണ്. ആ സെൻസർഷിപ്പിനെ അന്നത്തെ പത്രങ്ങൾ, ചില പത്രങ്ങളൊക്കെ വളരെ കൗശലപൂർവ്വം അവരുടെ ഒരു എളിയ പ്രതിഷേധമെങ്കിലും രേഖപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ആ പത്രങ്ങൾ അന്ന് ചെയ്തത് എന്തായിരുന്നു? എഡിറ്റോറിയൽ എഴുതാതിരുന്നു.
ഒരു പത്രം എന്ന് പറയുമ്പോൾ പത്രാധിപർക്ക് വായനക്കാരോട് ചില കാര്യങ്ങൾ പറയേണ്ടി വരുമ്പോൾ അതിന് അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു കോളം ആണ് എഡിറ്റോറിയൽ എന്നുള്ളത്. അടിയന്തരാവസ്ഥയെ വിമർശിച്ചുകൊണ്ടോ എതിർത്തുകൊണ്ടോ എഴുതാൻ അനുവാദമില്ലാത്ത സാഹചര്യത്തിൽ പ്രസിദ്ധ പത്രങ്ങളും അത്ര പ്രസിദ്ധിയില്ലാത്ത ചെറിയ പത്രങ്ങളും അന്ന് എഡിറ്റോറിയൽ എഴുതാതെ ആ നിർദ്ദിഷ്ട സ്ഥലം ബ്ലാങ്കായി ഒഴിച്ചിട്ടു. അത് വായനക്കാർക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ആ ബ്ലാങ്ക് സ്പേസ് വന്നത് എന്നുള്ളത്. അതാണ് ചില അടിയന്തര സന്ദർഭങ്ങളിൽ ജനങ്ങൾക്ക് സന്ദേശങ്ങൾ ലഭിക്കുന്നു, അതിലെ ഗൂഢാർത്ഥങ്ങൾ അവർക്ക് ലഭിക്കുന്നു, അത് വ്യാഖ്യാനിച്ചെടുക്കുന്നതിന് വിശദീകരിച്ച് മനസ്സിലാക്കുന്നതിനുള്ള പ്രാപ്തി അവർക്കുണ്ടാകുന്നു എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ പറയുമല്ലോ, നമ്മുടെ ഈ ജനാധിപത്യ സൗധത്തെ താങ്ങി നിർത്തുന്നത് 4 തൂണുകളാണെന്ന് പറയും. ഒന്ന് എക്സിക്യൂട്ടീവാണ്, 2 ലെജിസ്ലേച്ചറാണ്, 3 ജുഡീഷ്യറിയാണ്. നമ്മളതിൻ്റെ കൂടെ 4ാമത് ഒന്ന് ഭരണഘടനയിൽ കാണാൻ കഴിയാത്ത ഒരു തൂണ് കൂടി ചേർത്തു, അതാണ് പത്രങ്ങൾ, ഇപ്പോഴാണെങ്കിൽ മാധ്യമങ്ങൾ. പക്ഷേ ഈ 4 തൂണുകളും നമുക്ക് പ്രയോജനപ്പെട്ടില്ല ആ അടിയന്തര ഘട്ടത്തിൽ എന്നതാണ് വാസ്തവം. ആരാ നമ്മളെ സഹായിച്ചത്? എക്സിക്യൂട്ടീവാണ് ആ ഭീകരാവസ്ഥ സൃഷ്ടിച്ചത്. പാർലമെന്റ് അതിന് അനുവാദം കൊടുത്തു. ജുഡീഷ്യറി അതിനെ നിയമപരമായി ഭരണഘടനാപരമായി ന്യായീകരിച്ചു. സെൻസർഷിപ്പിന് വിധേയമായ പത്രങ്ങൾക്ക് ഒന്നും പറയുന്നതിനുള്ള അവസരവും ഉണ്ടായില്ല. പിന്നെ ആരാണ് നമ്മളെ സഹായിക്കാനുള്ളത്? അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ എല്ലാം തകർക്കപ്പെടുകയും ചെയ്യുമ്പോൾ രംഗത്ത് വരേണ്ടത് ഉടമകളാണ്, റിപ്പബ്ലിക്കിൻ്റെ ഉടമകൾ. റിപ്പബ്ലിക്കിൻ്റെ ഉടമകൾ എന്ന് പറയുമ്പോൾ റിപ്പബ്ലിക്ക് സ്ഥാപിതമായത് ഭരണഘടനയെ അടിസ്ഥാനമാക്കിയാണ്. ആ ഭരണഘടനയുടെ സൃഷ്ടാക്കൾ, ആ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ആദ്യ വാക്കുകൾ വി ദ പീപ്പിൾ, ദ പീപ്പിൾ, ജനങ്ങൾ. ആ ജനങ്ങൾക്ക് ഉണർന്ന് എഴുന്നേൽക്കേണ്ടി വന്നു. അവരുടെ കരുത്ത്, ജനാധിപത്യത്തിൽ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതിന് അവസരം കിട്ടുന്ന ജനതയുടെ കരുത്ത്, ആ കരുത്ത് പ്രയോഗിക്കപ്പെട്ടപ്പോൾ തകർന്നതെല്ലാം പുനഃസ്ഥാപിതമായി. അങ്ങനെയാണ് നമ്മുടെ റിപ്പബ്ലിക്ക് ഈ രീതിയിൽ നമുക്ക് വീണ്ടും കാണുന്നതിന്, മൗലികാവകാശങ്ങൾ അനുഭവിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ അന്തരീക്ഷത്തിൽ ജീവിക്കാൻ ഒരു ജനതയ്ക്ക് അവസരം കിട്ടിയത് എല്ലാം അങ്ങനെയാണ്. മാധ്യമ സ്വാതന്ത്ര്യം വെല്ലുവിളികൾ നേരിടുമ്പോഴൊക്കെ നമ്മൾ ആ പഴയ കാലം, 50 കൊല്ലം മുമ്പുള്ള ആ കാലം ഓർമ്മിക്കാറുണ്ട്, അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരെ ഓർമ്മപ്പെടുത്താറുണ്ട്. കാരണം അത് ഇനിയും നഷ്ടപ്പെടുത്താനുള്ളതല്ല, നമുക്കത് നിലനിർത്തിക്കൊണ്ടു പോകാനുള്ളതാണ്. വളരെ പ്രസക്തമായ ഒരു ചോദ്യം മാധ്യമ ചർച്ചകളിലേക്ക് ഉന്നയിക്കേണ്ടി വരുന്നുണ്ട്. അന്ന് പത്രങ്ങളുടെ സഹായത്തോടെ അല്ല ജനങ്ങൾ അടിയന്തരാവസ്ഥയ്ക്കെതിരെ നിലപാട് സ്വീകരിച്ചത്. കാരണം എല്ലാ പത്രങ്ങളും സർക്കാരിനെ, ഭരണകൂടത്തെ, പ്രധാനമന്ത്രിയെ മാത്രമല്ല അവരുടെ പുത്രനെ കൂടി ന്യായീകരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന കാലമായിരുന്നു. സെൻസർ ചെയ്യപ്പെടുന്ന പത്രങ്ങൾ മാത്രമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെയുള്ള പത്രങ്ങളെ അടിസ്ഥാനമാക്കി ഒരു ജനതയ്ക്ക് അവരുടെ സ്വാതന്ത്ര്യത്തെ സംബന്ധിക്കുന്ന നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ, ആര് നൽകിയ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് അന്നത്തെ 1977 ഇന്ത്യൻ ജനത, ഇലക്ടറേറ്റ്, സമ്മതിദായകർ ആ രീതിയിൽ ചരിത്രപരമായ ഐതിഹാസികമായ ഒരു നിലപാട് സ്വീകരിച്ചത്? അപ്പോൾ നമ്മുടെ ഈ സ്വാതന്ത്ര്യത്തിൻ്റെയൊക്കെ നിലനിൽപ്പ്, റിപ്പബ്ലിക്കിൻ്റെ നിലനിൽപ്പ്, അതെല്ലാം ഈ 4 തൂണുകളിലാണ്. അതിലൊന്നാണ് പത്രങ്ങൾ, മാധ്യമങ്ങൾ എന്ന് നമ്മൾ പറയുമ്പോൾ ഈ 4 തൂണും ഇല്ലാതെ തകർന്നു വീണ സൗധത്തെ ആ ജനങ്ങൾ, അതിൻ്റെ ഉടമകളായ ജനങ്ങൾ പുനഃസ്ഥാപിച്ചത് ആരുടെ സഹായത്തോടെയായിരുന്നു? ഇല്ലാത്ത തൂണുകളുടെ സഹായത്തോടെ അല്ലല്ലോ. അപ്പോൾ അവിടെയാണ് ജനവിധി, പോപ്പുലർ വിൽ, അത് ഒരു രാഷ്ട്രമീമാംസ തത്വമാണ്, അത് മറ്റൊരു വിഷയമാണ്. പക്ഷെ നമ്മൾ പത്രങ്ങളുടെ പ്രാധാന്യം, ഇന്നൊവേറ്റബിലിറ്റി,
പത്രങ്ങളില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല, പത്രങ്ങളില്ലാതെ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് നിലനിൽപ്പുണ്ടാവില്ല, പത്രങ്ങളില്ലാതെ നമുക്ക് റിപ്പബ്ലിക്കിന് നിലനിൽപ്പുണ്ടാവില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ പത്രങ്ങൾ പ്രവർത്തനക്ഷമം അല്ലാതിരുന്ന, പ്രയോജനരഹിതമായി മാത്രം പ്രവർത്തിച്ചിരുന്ന ഒരു കാലത്ത് ആരുടെയും സഹായമില്ലാതെ ജനങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യം വീണ്ടെടുത്തു. അതാണ് സ്വാതന്ത്ര്യത്തിൻ്റെ മൂല്യം എന്ന് പറയുന്നത്. അതാണ് ആ ജനങ്ങളുടെ കരുത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും, ഞാൻ ആവർത്തിക്കുന്നു, ഏറ്റവും പ്രധാനപ്പെട്ട, പ്രിയപ്പെട്ട, പാവനമായ അവകാശം എന്നത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. അതിൻ്റെ ഭാഗമാണ് ഈ മാധ്യമ സ്വാതന്ത്ര്യമൊക്കെ. വീണ്ടും മാധ്യമ സ്വാതന്ത്ര്യം ഗ്രഹണാവസ്ഥയിലേക്ക് പോകുന്ന സൂചനകൾ കാണുമ്പോൾ നമ്മൾ അതിനെ എതിർക്കുന്നത്, ഇത് കണ്ടെത്തി പറയേണ്ടി വരുന്നത്, മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമ്പോൾ ജനങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, ജീവിക്കുന്നതിനുള്ള അവരുടെ സ്വാതന്ത്ര്യമാണ് ഇല്ലാതാകാൻ പോകുന്നത്. അത് വലിയൊരു മുന്നറിയിപ്പായി നമ്മുടെ മുന്നിൽ എപ്പോഴും ഉണ്ടാകുകയും വേണം. മാധ്യമ സ്വാതന്ത്ര്യത്തെ പറ്റിയുള്ള 12 മിനിറ്റ്. ഈ 12 മിനിറ്റിൽ തീരുന്നതല്ല ഈ വിഷയം. പക്ഷേ മാധ്യമജാലകത്തിൽ സമയം കുറവാണ്. ഇനി വാക്കിലെ ശരിയും തെറ്റും SB പ്രിൻസ് ചെയ്യും. പരിവർത്തനത്തിന് വേണ്ടി കലഹിക്കുന്ന അല്ലെങ്കിൽ സംഘർഷമുണ്ടാക്കുന്ന ആൾ എന്ന വിശദീകരണമാണ് വിപ്ലവകാരി എന്ന വാക്കിന് നിഘണ്ടു നൽകുന്നത്. അതുകൊണ്ട് തന്നെ വിപ്ലവം എന്നതിന് ഇന്ന് കലാപം എന്നല്ല, മാറ്റം എന്നാണ് പ്രധാനമായ അർത്ഥം. എന്ന് മാത്രമല്ല, എല്ലാ വിപ്ലവത്തിലും സംഘർഷം ഉണ്ടാകണമെന്ന് നിർബന്ധവുമില്ല. മുൻകാല രീതികൾക്ക് പകരം പുതിയൊരു ശൈലി വരുമ്പോൾ അതിനെ വിപ്ലവം എന്ന് വിളിക്കുന്നത് പത്രങ്ങളുടെ പഴയകാല ശൈലിയാണ്. അതുകൊണ്ടാവാം സംസ്ഥാനത്തെ അംഗനവാടികളിൽ സാധാരണ കൊടുക്കുന്ന ഉപ്പുമാവിനൊക്കെ പകരം ബിരിയാണി കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അതിനെ ബിരിയാണി വിപ്ലവം എന്ന് ഒരു പത്രം വിളിച്ചത്. പറഞ്ഞു വരുമ്പോൾ ബിരിയാണി വിപ്ലവം എന്നല്ല ആ പത്രം എഴുതിയത്. ഒരു കൊച്ചു കുഞ്ഞ് ഇൻസ്റ്റാഗ്രാമിലൂടെ ബിർണാണി വേണം എന്ന് പണ്ട് പറഞ്ഞിരുന്നു. ഈ കൊച്ചു കുഞ്ഞിൻ്റെ ആവശ്യം അനുസരിച്ച് ബിരിയാണി നൽകിയപ്പോൾ അതിനെ ബിർണാണി വിപ്ലവം എന്ന് പത്രം എഴുതുകയായിരുന്നു. കുട്ടി ശങ്കു ഇച്ഛിച്ചു, മന്ത്രി ആൻറ്റി കൽപ്പിച്ചു, അംഗനവാടികളിൽ ഇനി ബിർണാണി എന്നാണ് മറ്റൊരു പത്രത്തിൽ കണ്ടത്. ശങ്കു എന്ന് ഓമനപ്പേരുള്ള ഒരു കൊച്ചുകുട്ടിയാണ് ബിരിയാണി വേണമെന്ന ആവശ്യം ഉന്നയിച്ചത്. അതുകൊണ്ട് ഒരു പത്രം നൽകിയ ശീർഷകം അംഗനവാടികളിൽ ഇനി ശങ്കു മെനു എന്നാണ്. അംഗനവാടിയിൽ ബിരിയാണി ചിരി എന്ന് ഒരു പത്രം എഴുതിയിരുന്നു. മറ്റൊരു പത്രത്തിൽ ആ പടത്തിനോടൊപ്പം ഒരു അടിക്കുറിപ്പ് കണ്ടു, ചിരിയാണി ബിരിയാണി. വിദ്യാലയങ്ങളിൽ പഠിക്കാനെത്തുന്ന കുട്ടികൾക്ക് ആഹാരം നൽകുക എന്ന ശീലം വിശുദ്ധ ചാവറേച്ചൻ്റെ കാലം മുതൽ തുടങ്ങിയതാണെന്നാണ് കേട്ടിട്ടുള്ളത്. അന്നൊക്കെ കുട്ടികളെ സ്കൂളിലേക്ക് വരുത്താനായി ആഹാരം കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പിൽക്കാലത്ത് സ്കൂളിലെത്തുന്ന കുട്ടികൾക്ക് ആഹാരം ഒരു അവകാശമാണെന്ന രീതിയിലുള്ള ചിന്ത ഉടലെടുക്കുകയും അതനുസരിച്ച് കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകുകയും ചെയ്തു വന്നു. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, കുട്ടികൾക്ക് സ്കൂളിൽ ആഹാരം കൊടുക്കുന്നതിനെക്കുറിച്ച് ക്യാമ്പയിനുകൾ വരെ ലോകമെമ്പാടും നടന്നിട്ടുണ്ട്. 70കളിൽ അമേരിക്കയിൽ നടന്ന ഒരു ക്യാമ്പയിൻ്റെ വാക്യം തന്നെ ഇങ്ങനെയായിരുന്നു: ചിൽഡ്രൻ ഹു ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഡു വെൽ ഇൻ സ്കൂൾ. അതായത് പ്രാതൽ കഴിക്കുന്ന കുട്ടികൾ നന്നായി പഠിക്കുന്നുവെന്ന്. നമ്മുടെ നാട്ടിൽ പണ്ട് വിദ്യാലയങ്ങളിൽ ഉച്ചയ്ക്ക് നൽകിയിരുന്ന ഉപ്പുമാവും പിന്നീടുള്ള ഉച്ചക്കഞ്ഞിയും ഒക്കെ ആളുകൾ എപ്പോഴും ഓർക്കാറുണ്ട്. മലയാളിയുടെ ഓരോ എഴുത്തിലും സംഭാഷണത്തിലുമൊക്കെ അതിൻ്റെ മണവും രുചിയും ലളിക്കാറുമുണ്ട്. അതുകൊണ്ട് തന്നെ ഉപ്പുമാവിൽ നിന്ന് ബിരിയാണിയിലേക്കുള്ള ഈ മാറ്റമുണ്ടല്ലോ, അതിനെ വിപ്ലവകരം എന്നല്ലാതെ മറ്റെന്താണ് വിളിക്കുക? ഇതുപോലെ മറ്റൊരു വിപ്ലവത്തിൻ്റെ കാര്യം കൂടി പത്രത്തിൽ കണ്ടു. ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൻ്റെ കാര്യമാണത്. PSG ആ കിരീടം നേടിയപ്പോൾ അവരുടെ ആരാധകർ പാരീസിലുണ്ടാക്കിയ കുഴപ്പമാണ് വാർത്തയുടെ പിന്നിൽ. ആഘോഷത്തിനിടയിലുള്ള അക്രമത്തിൽ 2 പേർ മരിക്കുകയും ഏതാണ്ട് 200-നടുത്ത ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. എന്ന് മാത്രമല്ല, മെസ്സിക്കും നെയ്മറിനും ഒന്നും നേടാനാവാത്ത ഒരു നേട്ടം ഒരു 19-കാരൻ ഈ കളിയിൽ നേടി എന്നത് വലിയൊരു കാര്യമായി കൂടി ആ വാർത്തയിൽ പറയുന്നുണ്ട്. അതെല്ലാം വെച്ച് ഫ്രഞ്ച് വിപ്ലവം എന്നാണ് ആ ശീർഷകം. അവിടെ മാറ്റവുമുണ്ട്, അത്യാവശ്യം കലാപവുമുണ്ട്. പന്തുകളിയുടെ കാര്യം പറയുമ്പോൾ മറ്റൊരു ലീഗ് കിരീടം കൂടെ പറയണമല്ലോ. ഒരു ഇംഗ്ലീഷ് ഫുട്ബോൾ ക്ലബ്ബ് നേടിയ കിരീടത്തിൻ്റെ കാര്യമാണിത്. ആ വാർത്തയുടെ ശീർഷകം ഇങ്ങനെയായിരുന്നു: ടോട്ടൽ ഹാപ്പി. മറ്റൊരു പത്രത്തിൽ ടോട്ടൽ വിജയം.
ആ ക്ലബിൻ്റെ പേര് ടോട്ടനം എന്നായിരുന്നു. ടോട്ടൻഹാം എന്ന് എഴുതുമെങ്കിലും അതിൻ്റെ ഉച്ചാരണം ടോട്ടനം എന്നാണ്. ഈ ടോട്ടനം എന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ടോട്ടൽ ഹാപ്പി എന്നൊക്കെ എല്ലാ പത്രങ്ങളും എഴുതിയത്. ഒരു പത്രം മാത്രം ടോട്ടനാം എന്ന് വ്യക്തമായി എഴുതുന്നു. അതാണ് അതിൻ്റെ ശരിയായ ഉച്ചാരണവും. തിരഞ്ഞെടുപ്പുകൾ ജനാധിപത്യത്തിൻ്റെ മാത്രമല്ല വാർത്തയുടെയും മഹാ ആഘോഷമാണ്. ഉപതിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന നിലമ്പൂരിലെ വാർത്തകൾ കൃത്യമായി എല്ലാ പത്രങ്ങളിലും കാണുന്നുണ്ട്. ഇത്തരം വാർത്തകൾക്കായി ഒരു പൊതുശീർഷകം നൽകുന്ന രീതി പത്രങ്ങൾക്കുണ്ട്. നിലമ്പൂർ എന്ന പേര് വെച്ചുള്ള ഈ ശീർഷകങ്ങൾ കാണാൻ രസമുണ്ട് താനും. നിലമ്പൂർ വോട്ട് എന്നാണ് ഒരു പത്രം എഴുതിയിരിക്കുന്നത്. അത് നിലമ്പൂരിലെ വോട്ട് എന്നുള്ള അർത്ഥത്തിലാണ്. അതുമല്ല എല്ലാവരും നിലമ്പൂരോട്ട് പോകുന്നു എന്ന് വേണമെങ്കിൽ ആകാം. എമ്പുരാൻ എന്നൊക്കെ പറയും പോലെ നിലമ്പുരാൻ എന്ന് ഒരു പത്രം എഴുതിയിട്ടുണ്ട്. മറ്റൊരു പത്രത്തിന് പൂരത്തോടാണ് കമ്പം, അതുകൊണ്ടാണല്ലോ നിലമ്പൂരം എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി നാലാമതൊരു പത്രത്തിന് പോരിലാണ് താല്പര്യം, നിലംപോര് എന്നാണ് അവിടുത്തെ ശീർഷകം. IPL ക്രിക്കറ്റിൻ്റെ 18ാമത് ട്രോഫി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് ലഭിച്ചപ്പോൾ പത്രങ്ങളിലൊക്കെ അത് വലിയ വാർത്തയായത് സ്വാഭാവികം മാത്രം. കുറേ വർഷമായി ഈ കളി നടക്കുമ്പോഴൊക്കെ ബാംഗ്ലൂർ ടീമിൻ്റെ ആരാധകർ പറയാറുണ്ട്, ഈ സാലെ നമ്മുടെ കപ്പ്, അതായത് ഈ വർഷം കപ്പ് നമ്മുടേതായിരിക്കുമെന്ന്. അത് 1.5 പതിറ്റാണ്ടായി പറഞ്ഞു വരുന്നു, കപ്പ് മാത്രം അങ്ങ് ചെന്നില്ല. പക്ഷേ ഇത്തവണ അതങ്ങ് യാഥാർത്ഥ്യമായി. അതുകൊണ്ടാവാം ഒരു പത്രം എഴുതിയിരിക്കുന്നത് നമ്മ ബംഗളൂരു എന്ന്. ഈ കളിയിലെ ടോപ്പ് സ്കോറർ വിരാട് കോഹ്ലിയാണ്. അതുകൊണ്ട് തന്നെ വിരാടേ നിനക്കായി എന്ന് ഒരു പത്രത്തിൽ എഴുതിയിട്ടുണ്ട്. വിരാട കിരീടധാരണം എന്നും ഒരു പത്രം എഴുതിയിട്ടുണ്ട്. വിരാട് കോഹ്ലിയെ പലരും കിങ് കോഹ്ലി എന്ന് വിളിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ. അതുകൊണ്ട് ഒരു പത്രത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ IPLലെ കപ്പും കിങ്ങും കണ്ടുമുട്ടി എന്ന്. ജയിച്ചത് റോയൽ ചാലഞ്ചേഴ്സ് ആയതുകൊണ്ട് ബംഗളൂരു റോയലായി എന്ന് ഒരു പത്രം ശീർഷകം നൽകിയിട്ടുണ്ട്. മറ്റൊരു പത്രത്തിൽ റോയലൂരു എന്നാണ് കിടക്കുന്നത്. അവരും 1-ാം പേജിൽ കിങ്സ് ബാംഗ്ലൂരു എന്നെഴുതിയിട്ടുണ്ട്. എന്നാൽ ഈ പത്രത്തിൽ റിപ്പോർട്ടിൽ കിങ് എന്നുള്ളതിന് പകരം മറ്റൊരിടത്ത് എഴുതിയിരിക്കുന്നത് ടീമിലെ വലിയേട്ടൻ എന്നാണ്. ഒരു പത്രത്തിൽ ഒരേ ഒരു രാജാവെന്നും വിരാട് കിങ്ഡം എന്നുമൊക്കെ എഴുതി കണ്ടു. 18 എന്നൊരു സംഖ്യ ഉള്ളതുകൊണ്ടാകാം മധുര 18 എന്നുള്ള രീതിയിൽ 1-2 സ്ഥലത്ത് എഴുതി കണ്ടിരുന്നു. അതൊരു പതിവ് ശീലവുമാണല്ലോ. ഇതുകൊണ്ടൊക്കെ ആവാം ഒരു ഇംഗ്ലീഷ് പത്രം ശീർഷകം നൽകിയത് വെയിറ്റിംഗ് എൻഡ്സ് അറ്റ് 18 എന്നായിരുന്നു. കളിയായാലും കാര്യമായാലും രാജാവിനോടൊക്കെ ആളുകൾക്ക് ഇപ്പോഴും വലിയ പ്രിയമാണെന്ന് തോന്നുന്നു. അങ്കണവാടികളുടെ കാര്യം പറഞ്ഞാണല്ലോ തുടങ്ങിയത്. സ്കൂൾ വിശേഷം പറഞ്ഞു നിർത്താം. പുതിയ അധ്യയന വർഷം തുടങ്ങി. അതിൻ്റെ ഭാഗമായി ഒരു പത്രം എഴുതിയിരുന്നത് ദേ ബെല്ലടിച്ചു എന്നാണ്. സ്കൂളുകൾ ഇന്ന് മിഴി തുറക്കുമെന്ന് ഒരു പത്രത്തിൽ കണ്ടിരുന്നു. അക്ഷരോത്സവം എന്ന് എഴുതിയവരുണ്ട്. അക്ഷരലഹരി എന്നെഴുതിയ ഒരു പത്രവുമുണ്ട്. ലഹരി ഉപയോഗം ഇക്കാലത്ത് ഏറ്റവും വലിയ വെല്ലുവിളിയായി വിദ്യാലയങ്ങളിൽ പോലും നിൽക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അക്ഷരലഹരി എന്നത് ഒരു നല്ല കാര്യമായി തോന്നി. സ്കൂളുമായി ബന്ധപ്പെട്ട വാർത്തകളിലൊക്കെ ഇംഗ്ലീഷ് പദങ്ങൾ കയറ്റുന്നത് ഒരു പതിവാണ് പത്രങ്ങൾക്ക്. അത് ഇംഗ്ലീഷ് അക്ഷരത്തിൽ തന്നെ എഴുതുന്ന രീതിയുമുണ്ട്. ഒരു സ്ഥലത്ത് ബി സ്കൂൾ എന്നെഴുതിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ബി കൂൾ എന്ന് വായിക്കാം. അധ്യയന വർഷവും പഠിത്തവും എല്ലാവർക്കും കൂളായി തന്നെ ഇരിക്കട്ടെ എന്ന് പത്രങ്ങളെപ്പോലെ നമുക്കും ആശംസിക്കാം. ഇനി കഴിഞ്ഞ ആഴ്ചയിൽ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ച വാർത്താ ചിത്രങ്ങൾ അവലോകനം ചെയ്യുന്നു വി ചന്ദ്രകുമാർ. ചിത്രജാലകത്തിലെ 2025 പുലിറ്റ്സർ സമ്മാനം നേടിയ വാർത്താചിത്രം കാണാം. അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പര്യടനത്തിൽ പ്രസംഗിക്കുമ്പോൾ വധശ്രമത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ ചിത്രമാണത്. ഡഗ് മിൽസ് എന്ന ഫോട്ടോഗ്രാഫറാണ് സ്പോട്ട് ന്യൂസ് ഫോട്ടോഗ്രാഫി ഗണത്തിൽപ്പെടുന്ന ആ ചിത്രം ക്യാമറയിൽ പകർത്തിയത്. ഉത്തരേന്ത്യയിലെ സിക്കിമിലുണ്ടായ മണ്ണിടിച്ചിലിൽ ഒരു സൈനിക ക്യാമ്പ് ഒലിച്ചുപോയ സംഭവത്തിൻ്റെ ചിത്രം മാധ്യമങ്ങളിൽ കണ്ടു. 3 സൈനികർ മരിക്കുകയും 6 പേരെ കാണാതാവുകയും ചെയ്ത ദുരന്തത്തിൻ്റെ ഡ്രോൺ ക്യാമറയിൽ പകർത്തിയ ഈ ദൃശ്യം PTI ആണ് പങ്കുവച്ചത്. കോട്ടയം അതിരമ്പുഴയിൽ കുടുംബശ്രീ സംസ്ഥാന കലോത്സവത്തിൽ മൈമിൽ 3-ാം സ്ഥാനം നേടിയവർ പുറത്ത് മഴ പെയ്തപ്പോൾ ആഹ്ലാദം നൃത്തം ചവിട്ടുന്ന ഒരു ദൃശ്യം കേരള കൗമുദിയിൽ കണ്ടു. ഫോട്ടോഗ്രാഫർ ശ്രീകുമാർ ആലപ്ര പകർത്തിയ ഈ ദൃശ്യം കൗതുകകരമായി. സിഡ്നിയിലെ ഹോംബുഷ് ജലാശയത്തിലെ അസാധാരണമായ ഒരു കാഴ്ച ഓൺലൈനിൽ കണ്ടു. 1911 ഗ്രേറ്റ് ബ്രിട്ടൻ നിർമ്മിച്ച നീരാവി കപ്പലാണിത്. അതിൽ ഇപ്പോൾ സസ്യജാലങ്ങൾ വളർന്ന് പന്തലിച്ച് നിൽക്കുന്നു. 2ാം ലോകമഹായുദ്ധത്തിൽ പങ്കെടുത്ത ഈ കപ്പൽ ഇപ്പോൾ വിനോദസഞ്ചാരികളെയും പ്രകൃതി സ്നേഹികളെയും യൂട്യൂബർമാരെയും ആകർഷിക്കുന്ന ഒരു കേന്ദ്രമാണ്. ലോക പുകയില വിരുദ്ധ ദിനാചരണത്തിനിടെ
മഴ പെയ്തപ്പോൾ റാലിയിൽ പങ്കെടുത്തവർ റിക്ഷയ്ക്കടിയിൽ അഭയം തേടിയ കാഴ്ച കൗതുകകരമായി. കൊൽക്കത്തയിൽ നിന്നുള്ള ഈ കാഴ്ച വാർത്താ ഏജൻസിയായ AFP ആണ് പങ്കുവച്ചത്. പുതിയ അധ്യയന വർഷം ആരംഭിച്ചു. 9 മക്കൾ ഒന്നിച്ച് സ്കൂളിലേക്ക് പോകാനിറങ്ങുന്ന കാഴ്ച മാധ്യമങ്ങളിൽ കണ്ടു. കൊട്ടിയൂരിലെ പോടൂർ സന്തോഷിൻ്റെയും ഭാര്യ രമ്യയുടെയും മക്കളാണവർ. മൂത്ത കുട്ടി +2-നും ഏറ്റവും ഇളയ കുട്ടി UKG-യിലുമാണ് ഈ വർഷം പഠിക്കുന്നത്. ഇനി അവർക്ക് 10ാമത്തെ ഒരു കൈക്കുഞ്ഞും കൂടിയുണ്ട്. അതും വളർന്നു വരുന്നുണ്ട്. വെറുമൊരു കൗതുകത്തിനപ്പുറം ഒരുപാട് ചിന്തകൾക്ക് വഴിയൊരുക്കുന്ന വാർത്തയും ചിത്രവുമാണത്. ഡൽഹിയിലെ ചേരി ഒഴിപ്പിക്കലിൻ്റെ ഭാഗമായി ഇടിച്ചു നിരത്തിയ മദ്രാസി ക്യാമ്പിലെ തകർന്ന വീട്ടിൽ നിന്ന് തൻ്റെ കളിപ്പാവയെ സമീപത്തെ തോട്ടിലേക്ക് വലിച്ചെറിയുന്ന ബാലൻ്റെ ചിത്രം മനോരമയിൽ കണ്ടു. വീട് പോയവർക്ക് എന്തിനാണ് പാവ എന്ന ചിന്ത ധ്വനിപ്പിക്കുന്ന ആ ചിത്രം ക്യാമറയിൽ പകർത്തിയത് ജോസൂട്ടി പനക്കലാണ്. മാധ്യമജാലകത്തിന്റെ എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്തയാഴ്ച വീണ്ടും കാണാം.